ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. പുതിയ ഹോണ്ട അമേസിൻ്റെ ഫീച്ചേഴ്സ്, എൻജിൻ, പെർഫോമൻസ് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു വാഹനം BS6 ഫേസ് 2 സ്പെക്കിലാണ് വന്നിട്ടുള്ളത്. 6 വേരിയൻറ്റിൽ നമുക്ക് പുതിയ ഹോണ്ട അമേസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി 9,54,000 രൂപ മുതൽ 13,27,000 രൂപ വരെയാണ്. ഡീലർ ഡിസ്കൗണ്ട്, അതേപോലെ തന്നെ മാനുഫാക്ചർ ഡിസ്കൗണ്ട്, ഫെസ്റ്റിവൽ സീസണിലെ ഡിസ്കൗണ്ട് എന്നീ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓൺ റോഡ് പ്രൈസിൽ മാറ്റങ്ങൾ വരാം. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ പുതിയ ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും. അഗ്രസീവായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേണിലാണ് പുതിയ ഹോണ്ട അമേസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലുക്ക് മൊത്തത്തിൽ പഴയ ഇതിൽ വെച്ച് നോക്കുമ്പോൾ കൃത്യമായി മാറ്റം നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ കഴിയും. ഫസ്റ്റ് ജനറേഷനിലും അതേപോലെ തന്നെ സെക്കൻഡ് ജനറേഷനും കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് ജനറേഷൻ മികച്ച ഒരു മാറ്റത്തിലേക്ക് തന്നെയാണ് ഹോണ്ട കൊണ്ടുവന്നിട്ടുള്ളത്. എക്സ്റ്റീരിയർ ലുക്കായാലും ശരി, അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്രില്ല്, റിയറിലെ LED ലാമ്പുകൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം നമുക്ക് അവൈലബിൾ ആണ്. ഡയമണ്ട് കട്ട് അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷാർക്ക് ആൻറ്റിന, LED പ്രൊജക്ടർ ഫോഗ് ലാമ്പാണ് വന്നിട്ടുള്ളത്. ഹെഡ് ലാമ്പും LED തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വാഹനം 6 കളറിൽ അവൈലബിൾ ആണ്. റെഡ്, ബ്ലൂ, ബ്രൗൺ, അതുപോലെ ഗ്രേ, സിൽവർ, വൈറ്റ്. ഈ ഒരു 6 കളറിലാണ് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ സ്റ്റിയറിംഗ് വീലായാലും ശരി, LED ഡിസ്പ്ലേയിലായാലും ശരി, AC വെൻറ്റിലേക്ക് നോക്കിയാലും ശരി, നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ വാഹനത്തിൽ ഹോണ്ട കൊണ്ടുവന്നിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. നമുക്കതിൽ ആപ്പിൾ കാർപ്ലേ, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്മാർട്ട് ഫോൺ വയർലെസ് ചാർജിങ് സെറ്റപ്പും കൂടി പുതിയൊരു സിസ്റ്റത്തിൽ വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എയർ പ്യൂരിഫയിങ് ഫിൽറ്ററാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോളും വന്നിട്ടുണ്ട്. അതേപോലെ മ്യൂസിക് സിസ്റ്റത്തിൽ അപ്ഡേഷൻ വന്ന് നോക്കിക്കഴിഞ്ഞാൽ 6 സ്പീക്കറാണ് ഈ ഒരു വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എൻജിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ടും കൂടി ഈ ഒരു വാഹനത്തിൽ ഹോണ്ട കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം, സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ADASും കൂടി ഈ ഒരു വാഹനത്തിൽ ഹോണ്ട കൊടുത്തിട്ടുണ്ട്. അതേപോലെ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എടുത്തു പറഞ്ഞ സേഫ്റ്റി ഫീച്ചർ, നമുക്ക് ഇതിൻ്റെ ബോഡി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 46% ഹൈ ടെൻസൈൽ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വാഹനം നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി, സേഫ്റ്റി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നൽകുമെന്നതിൽ ഒരു സംശയം വേണ്ട. അതേപോലെ തന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്, റിയർ പാർക്കിംഗ് സെൻസറുകൾ, റിവേഴ്സ് ക്യാമറ, അതേപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളും വരുന്നുണ്ട്. വാഹനത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ട് വരുന്നത് ലൈൻ വാച്ച് ക്യാമറയാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റിയർ വ്യൂ മിററിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി അസിസ്റ്റും കൂടി ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എമർജൻസി സ്റ്റോപ്പ് സിഗ്നലും കൂടി നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ കണക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഉപയോഗിച്ചോ, സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച്, അലക്സ തുടങ്ങിയ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ വാഹനത്തിനെ AC ഓൺ ചെയ്യാം. അതേപോലെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബീജും ബ്ലാക്കും ചേർന്നിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ റിയർ AC വെൻറ്റും കൂടി ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 416 ലിറ്ററാണ്. അതേപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് ഈ വാഹനം എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് കൂടി ഇതിൽ നൽകിയിട്ടുണ്ട്. പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 1.2 ലിറ്റർ IVTEC പെട്രോൾ എൻജിനാണ്. നമുക്കറിയാം വേരിയബിൾ വാൾവ് ടൈമിംഗ് ആൻഡ് ലിഫ്റ്റ് ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റമുള്ള ഒരു എൻജിനാണ്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം E20 കംപ്ലൈൻ്റ് ആണ് എൻജിൻ. അതായത് നമുക്കറിയാം ഇപ്പോൾ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടി BS6 ഫേസ് 2ലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പെട്രോളിൽ ഗവൺമെൻറ് 2025 ആകുമ്പോഴേക്കും 20% എത്തനോൾ ആഡ് ചെയ്യുന്നൊരു സെറ്റപ്പിലേക്കാണ് വരുന്നത്. അതായത് 80% പെട്രോളും 20% എത്തനോളും മാക്സിമം പൊല്യൂഷൻ കുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഈ ഒരു എൻജിൻ അതുമായി ബന്ധപ്പെട്ട ഒരു സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 4 സിലിണ്ടർ ഇൻലൈൻ വാട്ടർ കൂൾഡ് എൻജിനാണ്. മാക്സിമം ടോർക്ക് വരുന്നത് 4800 RPM 110 ന്യൂട്ടൺ മീറ്ററിലാണ്. അതേപോലെ തന്നെ പവർ വരുന്നത് 66 കിലോ വാട്ടാണ്. 6000 RPM അല്ലെങ്കിൽ 90 PS പവറാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൃദയം എൻജിൻ എന്ന് പറയുന്നതിൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് CVTയിൽ
ഇതിൻ്റെ മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ 19.46 km/L ആണ്. മികച്ച ഒരു കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. അതേപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻസി മാനുവൽ വരുന്നത് 18.65 km/L ആണ്. അതേപോലെ തന്നെ സ്പോർട്ടി പാഡൽ ഷിഫ്റ്റേഴ്സും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് വരുന്നത് 4.7 മീറ്ററാണ്. വാഹനത്തിൻ്റെ ഗ്രില്ല് നല്ല രീതിയിലുള്ള ബ്ലാക്കിഷ് ആയിട്ടുള്ളൊരു ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ഭാഗത്തും നല്ല രീതിയിലുള്ള മാറ്റം ഈ ഒരു പുതിയ ഹോണ്ട അമേസിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വാഹനത്തിൻ്റെ വാറണ്ടി വരുന്നത് 3 വർഷമാണ്. അതായത് അൺലിമിറ്റഡ് കിലോമീറ്ററാണ് വാറണ്ടി വരുന്നത്. അതേപോലെ നമുക്കിത് 10 വർഷത്തേക്ക് ഈ ഒരു വാറണ്ടി നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ വാഹനത്തിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്, CVT കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ വരുന്നത്. അതേപോലെ തന്നെ 5 ഫോർവേഡ് പ്ലസ് 1 റിവേഴ്സിൽ വരുന്ന മാനുവൽ ട്രാൻസ്മിഷനും വാഹനത്തിന് ലഭ്യമാണ്. അപ്പോൾ വാട്ടർ കൂൾഡ് 4 സിലിണ്ടർ എഞ്ചിനാണ്. നമ്മളെ സിംഗിൾ ഓവർ ഹെഡ് ക്യാമ്പ് ഷാഫ്റ്റ് സെറ്റപ്പിലാണ് ഈ എഞ്ചിൻ വരുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മാക്പേഴ്സൺ സ്റ്റഡ് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ കാറിലും വരുന്ന പോലെ തന്നെ റിയറിൽ ടോർഷൻ ബാർ വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ്. അപ്പോൾ ബ്രേക്ക് നമുക്കറിയാം റിയറിലേക്ക് ഡ്രം ആണ് ഉള്ളത്, ഡിസ്ക് വന്നിട്ടില്ല. അപ്പോൾ ഫ്രണ്ടിലെ ഡിസ്കും റിയറിൽ ഡ്രം സെറ്റപ്പുമാണ് ഈ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത്. അതേപോലെ തന്നെ ടയർ നമുക്ക് വാഹനത്തിൻ്റെ വേരിയൻ്റ് അനുസരിച്ച് 15 ഇഞ്ചിലും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 14 ഇഞ്ചിലും നമുക്ക് ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് അവൈലബിൾ ആണ്. ട്യൂബ്ലെസ് റേഡിയൽ ടയറുകളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വാഹനത്തിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റം അതിൻ്റെ പെർഫോമൻസ് ബേസിലും അതേപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് തുടങ്ങിയ ഭാഗത്തിലേക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റമാണ് പുതിയ ഹോണ്ട അമേസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ഹോണ്ട അമേസിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.